ഇതെന്താ വില പറയണേ? എന്താ വില പറയണേ? ഒരു കുട്ടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പോത്തുംകുട്ടിയുടെ വില കറക്റ്റായിട്ട് കേട്ടോന്ന് എനിക്കറിയില്ല. ഭയങ്കര തിരക്കാണ്. ഒരു കാര്യം പറയണത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവില്ല. അതിന് 90,000 രൂപ പറഞ്ഞേ. ഇനി ഇതാ മൂരികൾ നിൽക്കണു കേട്ടോ. മൂരികൾ എന്ന് പറഞ്ഞാൽ നല്ല കൂറ്റൻ മൂരികൾ. ഇതൊരു 90 തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ് അവർ പറഞ്ഞത്. പിന്നെ എല്ലാവരോടും നേരിട്ട് വില ചോദിക്കണ വിവരമൊന്നും പറയാതെന്ന് പറഞ്ഞാൽ അത്രയും തിരക്കാണ്. അവർക്ക് കാര്യമായിട്ടുള്ള ബിസിനസ് നടക്കുന്ന സമയമാണ്. ഇതൊരു 75-80 റേഞ്ചൊക്കെയാണ് അവർ പറയണത്. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയായിരിക്കും. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ നല്ലോണം മൂരികൾ വന്നിട്ടുണ്ട്. ഈ സമൃദ്ധി എന്ന് പറഞ്ഞാൽ സമൃദ്ധിയാണ്. പക്ഷെ ചില സ്ഥലത്ത് കൂടെ നമുക്ക് കടന്നു പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു അത്രയും തിക്കിലാണ് നിൽക്കണത്. ഒരെണ്ണം കൊമ്പ് ഓർത്താൽ പിന്നെ സീനായി. അപ്പോൾ അത് കാരണം നമ്മൾ അതും കൂടി ശ്രദ്ധിക്കണമല്ലോ. കണ്ട ആ ലൈനിൽ കംപ്ലീറ്റ് നിൽക്കണത് മറ്റേ വണ്ടിക്കാളകളാണ്. ഈ പെയിൻ്റ് അടിച്ചിട്ട് കൊമ്പായിട്ട് നിൽക്കണത്. അപ്പോൾ കാളിയുണ്ട്, ഒത്തിരി മൂരികളുണ്ട്. കണ്ട ഇതൊരു നാടൻ മൂരിയാണ്. അപ്പോൾ അങ്ങനെ കുറേ മൂരികൾ വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ മൊത്തം മൂരികളാണ്. ഓരോ തട്ടായിട്ട് തിരിച്ചിട്ടുള്ളതാണ്. അതിപ്പോൾ നമ്മുടെ ഈ ചന്ത നന്നായി അറിയണ ആൾക്കാർക്ക് അറിയാം. ഇത് മുന്നേ ആണെങ്കിൽ ഒരു നിരപ്പായ സ്ഥലത്തായിരുന്നു. ഇവിടെ ആകുമ്പോൾ മാത്രമാണ് ഈ ഉയർന്ന സ്ഥലം. പിന്നെ ഇതുപോലെ അറക്കാൻ പറ്റുന്ന പശുക്കൾ, കറവയൊക്കെ അവസാനിച്ച പശുക്കൾ, പിന്നെ അലങ്കരിച്ച് കൊടുത്തിട്ടുള്ള മൂരികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ കന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വില കുറവൊന്നുമില്ല. പെരുമ്പിലാവ് ചന്തയിൽ ഇപ്പം ഈ പെരുന്നാളിൻ്റെ കച്ചവടമായ കാരണമാണ് ഇത്രയും തിരക്ക്. അല്ലെങ്കിലും തിരക്കുണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് തീരെ നടക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലാണ്. അപ്പോൾ നമ്മൾ പരമാവധി ഒന്ന് മാറി ഒഴിഞ്ഞ് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കണ്ട നല്ല പോത്തുകൾ 70 റുപ്യ തൊട്ടിട്ടാണ് അവർ പറയണത്. നല്ല മീറ്റൊക്കെ ഉള്ള പോത്ത് തന്നെയാണ്. പക്ഷെ വില ചളിച്ചിട്ടില്ല. നല്ല വിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. കന്ന് കുറേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ ഒരു റേറ്റ് കുറവുമില്ല. കന്ന് കിട്ടാനില്ല എന്നാണ് പറയണത്. ഉള്ളതിന് നല്ല ഡിമാൻഡ് ഉണ്ട്. പിന്നെ കുട്ടികൾ കുറവാണ് എന്നുള്ളത്. എങ്കിലും അത്യാവശ്യത്തിന് കുട്ടികൾ വിൽക്കാനുള്ള വളർത്തുകുട്ടികളും ഉണ്ട്. ഇനിയിപ്പോൾ ഈ പെരുന്നാൾ കഴിഞ്ഞാലാണ് വളർത്തുകുട്ടികൾ നന്നായി ഇറങ്ങാട്ടോ. അപ്പോൾ ഇതാ ഓരോരുത്തർ വാങ്ങി സെറ്റാക്കണ മൂരിയും പശുവും ഒക്കെ കൂടി ഇതാ വണ്ടികളിൽ ലോഡ് ചെയ്യണു. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുക. ആരെങ്കിലും പശു പോത്ത എരുമയോ എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ അയച്ചു തന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ് വീഡിയോ ആയിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.